ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കുഴിമന്തിയാണ് ഗൈസ്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കുക. അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അടുത്തതായി ചേർക്കാൻ പോകുന്ന മാഗി ക്യൂബാണ്. 2 ക്യൂബ് ചെറുതായിട്ട് പൊടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിൽ പൊരിച്ചെടുക്കാം. എല്ലാ ചിക്കനും 2 സൈഡും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മന്തി റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ക്യാപ്സിക്കം കുറച്ച് അരിഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് കുതിർക്കാൻ വയ്ക്കാം. അപ്പോൾ റൈസ് കുക്ക് ചെയ്യാനായിട്ട് ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ട്. നെയ്യും വെളിച്ചെണ്ണയും ഒരേ അളവിൽ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നേരത്തെ ചിക്കനിലിട്ട് അതേ മാഗി ക്യൂബ് ഇതിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേ ലീഫ് ഇടാം. ഇതെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർക്കാം. നമ്മളെടുത്ത് 1 ബൗൾ അരിയായിരുന്നു. അതുകൊണ്ട് 2 ബൗൾ വെള്ളം ചേർക്കണം.
ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ ഒരു തക്കാളി പേസ്റ്റാക്കി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം. തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചോറിൽ ഇടയ്ക്ക് കളർ കിട്ടാൻ വേണ്ടി വെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടി കലക്കി ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വീഴ്ത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ ചാർക്കോൾ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇതിന് മീതെ വെച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് അപ്പോൾ തന്നെ അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ ചാർക്കോൾ വെച്ച പാത്രം മാറ്റി കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കോരിയാൽ നല്ല കിടിലൻ കുഴിമന്തി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ടാറ്റാ.